പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ഒളിവിൽ. പഞ്ചായത്ത് അംഗമായ സുജിത്തിന് വേണ്ടി വ്യാപക പരിശോധനയിലാണ് പോലീസ്. സുജിത്തിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, എങ്ങനെയാണ് പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം എങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? സംഘടനാ നടപടി ഇതിനോടകം CPIയും DYFIയും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. VS രഞ്ജിത്ത്. റീജിത്ത്, ശ്രുതി ഡിവൈഎഫ്ഐയുടെ മുൻ പ്രാദേശിക നേതാവായിട്ടുള്ള സുജിത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് 2 തരത്തിലാണ് നടത്തുന്നത്. സുജിത്തിന് ഏതെങ്കിലും സുഹൃത്തുക്കൾ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണോ എന്ന സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സുജിത്തിൻ്റെ ഫോൺ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി ഒരു അന്വേഷണം സമാന്തരമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സുജിത്തിനെ ഉടൻ പിടികൂടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ ഇരയായിട്ടുള്ള പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ യുവതിയുടെ മൊഴി നാളെ പോലീസ് അന്വേഷണ സംഘം രേഖപ്പെടുത്തും. രഹസ്യമൊഴിയായി രേഖപ്പെടുത്താൻ കോടതിയിൽ പോലീസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഈ സുജിത്ത് ഒളിവിൽ പോയത്. പഞ്ചായത്ത് അംഗമാണ്, ഡിവൈഎഫ്ഐ നേതാവാണ് സുജിത്ത്. വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും സുജിത്ത് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. ശരി, VS രഞ്ജിത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.